തലയിൽ നിന്ന് കത്തൂരിയുടെ മണം അടിച്ചു വീശുന്നു. നോക്കുമ്പോൾ ഈ കുട്ടി ഒരു യതീമായ കുട്ടിയാണ്. ആ യതീമിനെ കണ്ടപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈ ഈ കുട്ടിയുടെ തലയിൽ വെച്ചതാണ്. അതുകൊണ്ട് തന്നെ യഫൂഹു മിൻഹു ത്വീബു കൽ മിസ്കി, കത്തൂരിയെക്കാളും വാസനയുള്ള സുഗന്ധദ്രവ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് അടിച്ചു വീശുന്നത് ഈ യതീമായ കുട്ടിയുടെ തലയിൽ വെച്ചപ്പോൾ ആ തലയിലും വാസന വരികയാണ്. 40 ദിവസത്തോളം ഈ കുട്ടിയിൽ നിന്ന് അത്തറിന്റെ മണം, കത്തൂരിയുടെ മണം അടിച്ചു വീശിയിരുന്നു. അത്രയും സുഗന്ധദ്രവ്യമാണ് റസൂലുള്ളാഹിയുടെ വാസന കേട്ടോ. ആ റസൂലുള്ള യതീം മക്കളെ വളരെയധികം സ്നേഹം വച്ചിരുന്നു, പ്രിയം വച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മളും യതീമുകളെ വളർത്തുന്നു. മർക്കസു സഖാഫത്തി സുന്നിയ ഇപ്പോൾ 3000 യതീം കുട്ടികളെ വളർത്തുന്നുണ്ട്. 500 ആൺകുട്ടികളും 500ഓളം പെൺകുട്ടികളും മർക്കസിൽ താമസിച്ച് പഠിക്കുന്നു. യതീം കുട്ടികൾ മാത്രം 20,000 കുട്ടികൾ മർക്കസിന്റെ മെയിൻ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടികളിൽ 1000ഓളം യതീം കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്നു. പിന്നെയോ 2 വയസ്സ് മുതൽ 10 വയസ്സിൻ്റെ ഇടയിലുള്ള ചെറിയ മക്കൾ, അവരെ കൊണ്ടുവന്ന് നമുക്ക് വളർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കുട്ടികളെ ഏറ്റെടുത്ത് അവരുടെ ഉമ്മയോ ജേട്ടനോ സഹോദരിയോ അമ്മാവനോ ആരാണ് കുടുംബത്തിലുള്ളത് അവരെ തന്നെ ഏൽപ്പിച്ച് മാസത്തിൽ ഈ കുട്ടികൾക്ക് വരുന്ന എല്ലാ ചെലവുകളും നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. മർക്കസിൻ്റെ കീഴിൽ തന്നെ അന്തമാൻ ദ്വീപ് നിങ്ങൾ കേട്ട് കാണും. ബ്രിട്ടീഷുകാരൻ നമ്മുടെ നാട്ടിലുള്ള ആളുകളെ നാട് കടത്തി ജയിലിലിട്ട് അടച്ച ആ പ്രദേശം, വളരെ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെയുള്ളത്. അവിടെ സുനാമി വന്ന് കുറേ ആളുകൾ മരിച്ചു പോയപ്പോൾ അവരുടെ കുട്ടികൾ ചിലർ ബാക്കിയായി. അവരെ ഞങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ മർക്കസിൻ്റെ ഒരു യതീം ഖാന അവിടെയും നടക്കുന്നു. അന്തമാനിൽ മദ്രാസിൽ നിന്നും 2 ദിവസം കപ്പലിന് യാത്ര ചെയ്യണം, 2 മണിക്കൂർ പ്ലെയിൻ യാത്ര ചെയ്യണം. ആ അന്തമാൻ ദ്വീപിൽ മർക്കസിൻ്റെ യതീം ഖാനയും സ്കൂളും പള്ളിയും മദ്രസയും നടക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഈ ഹോം കെയർ പദ്ധതി അനുസരിച്ച് വീട്ടിൽ വെച്ച് വളർത്തുന്ന 2000ഓളം യതീം കുട്ടികളും മർക്കസിൽ താമസിക്കുന്ന 1000ഓളം യതീം കുട്ടികളും അടക്കം 3000ഓളം യതീം കുട്ടികൾ ഉൾപ്പെടെ 20,000ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് മർക്കസു സഖാഫത്തി സുന്നിയ. അത് നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടാണ്, സഹകരണം കൊണ്ടാണ് നടക്കുന്നത്. ഇനിയും